പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ ബാങ്കിലെ സമ്പാദ്യവും മറ്റും തിരിച്ചു കിട്ടാനായി പലപ്പോഴും അനന്തരാവകാശികൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. ഇതിനൊരു പരിഹാരമായി ചട്ടങ്ങൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മരിച്ചുപോയ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ അവകാശികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ 2026 മാർച്ചിനകം പുതുക്കിയ ചട്ടം ബാങ്കുകൾ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ക്ലെയിം അനുവദിക്കാൻ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് കാലതാമസമുണ്ടായാൽ പ്രതിവർഷം 4% വീതം അധിക പലിശ നഷ്ടപരിഹാരം നൽകണമെന്നും പുതിയ ചട്ടത്തിൽ പറയുന്നു. ക്ലെയിം 2 തരത്തിലാണ് തീർപ്പാക്കുന്നത്. നോമിനിയോ ജോയിന്റ് അക്കൗണ്ട് ഉടമയോ ഉണ്ടെങ്കിൽ നിശ്ചിത ക്ലെയിം ഫോമിനൊപ്പം മരണ സർട്ടിഫിക്കറ്റ്, നോമിനിയുടെ തിരിച്ചറിയൽ രേഖ എന്നിവ സമർപ്പിച്ചാൽ മതി. നോമിനിയോ ജോയിന്റ് അക്കൗണ്ട് ഉടമയോ ഇല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ 5 ലക്ഷം രൂപയിൽ താഴെയും മറ്റു ബാങ്കുകളിൽ 15 ലക്ഷം രൂപയിൽ താഴെയുമാണ് ബാലൻസ് എങ്കിൽ ക്ലെയിം ഫോം, മരണ സർട്ടിഫിക്കറ്റ്, അവകാശിയുടെ തിരിച്ചറിയൽ രേഖ, ഇൻഡെംനിറ്റി ബോണ്ട്, മറ്റ് അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, നിയമപരമായ അവകാശിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കുടുംബത്തിന് പരിചയമുള്ള ഒരു വ്യക്തിയുടെ സത്യപ്രസ്താവന എന്നിവയും വേണം. ഇത്തരം കേസുകളിൽ ബാങ്കുകൾ ആൾജാമ്യം ആവശ്യപ്പെടേണ്ടതില്ല. അക്കൗണ്ടിലെ തുക ഇനി 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണം. അനന്തരാവകാശ സർട്ടിഫിക്കറ്റിന് പകരം കുടുംബത്തിനറിയാവുന്ന ഒരു വ്യക്തിയുടെ സത്യപ്രസ്താവന നൽകിയാൽ മതി. നോട്ടറിയോ ജഡ്ജോ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഇത്തരം കേസുകളിൽ നേരത്തെ പറഞ്ഞ രേഖകളും ആൾജാമ്യവും ബാങ്കുകൾക്ക് ആവശ്യപ്പെടാം. മറ്റു ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. വിശദമായി അറിയാൻ ധനമോൺലൈൻ.com സന്ദർശിക്കാം.